അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചത് യേശുവായിരുന്നു. യേശു പറഞ്ഞ വാക്ക് കേട്ടനുസരിച്ച ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് യാത്രയായി. പടക് കരവിട്ട് പല നാഴിക ദൂരത്തായപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കാറ്റ് പ്രതികൂലമായി പടകിന് നേരെ ആഞ്ഞടിച്ചു. ഈ പ്രതികൂലത്തിന് കാരണം ശിഷ്യന്മാരുടെ അനുസരണക്കേടല്ലായിരുന്നു, പകരം അനുസരണമായിരുന്നു. യേശു കർത്താവ് പറഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നു അങ്ങനെയൊരു യാത്രയ്ക്ക് ശിഷ്യന്മാർ ഒരുമ്പെട്ടത്. യേശു കർത്താവിനെ അതുപോലെ അനുസരിച്ച ശിഷ്യന്മാർ. ദൈവം നമ്മോടും പലതും സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മോട് പറഞ്ഞതിനനുസരിച്ച് നാം മുൻപോട്ട് ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട്. ദൈവശബ്ദത്തിനു മുമ്പിൽ അനുസരിക്കുക സർവപ്രധാനമാണ്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, obeying God may be involved going through one of the worst storms in our lives. ദൈവത്തെ അനുസരിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശം കൊടുങ്കാറ്റുകളിൽ ഒന്നിലൂടെ കടന്നു പോകേണ്ടതായി വരാം. അങ്ങനെ വരുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നത് ക്ലേശകരമായി തീരുകയില്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. But God will never give us a job to do that doesn't require His strength, His wisdom, His resources, and sometimes His miraculous intervention. അവിടുത്തെ ശക്തിയും ജ്ഞാനവും വിഭവങ്ങളും ചിലപ്പോൾ അവിടുത്തെ അത്ഭുതകരമായ ഇടപെടലും ആവശ്യമില്ലാത്ത ഒരു ജോലി ദൈവം നമുക്ക് ഒരിക്കലും നൽകുകയില്ല. നാം അനുസരിക്കേണ്ടതിന് കർത്താവ് ചിലത് നമ്മോട് കൽപ്പിക്കുമ്പോൾ അതോടൊപ്പം ഒരു പാക്കേജും നമുക്ക് തരുന്നു. ആ പാക്കേജിൽ അവിടുത്തെ ശക്തിയും ജ്ഞാനവും വിഭവങ്ങളും പിന്നെ അത്ഭുതവുമുണ്ട്. ശിഷ്യന്മാരുടെ അനുസരണം അവരെ വിശ്വാസത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയും ഭാവിയിൽ ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സജ്ജരാക്കുകയും ചെയ്തു. തിരുവചനം പറയുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ എ വേ ടു എസ്കേപ്പ്, പോക്കുവഴിയുമുണ്ടാക്കും. പോക്കുവഴി എന്ന് വെച്ചാൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്നർത്ഥം. അക്കരയ്ക്ക് പോക എന്ന് നമ്മോട് കൽപ്പിച്ച കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് യാത്ര ചെയ്യുന്നവരാണ് നാം എല്ലാവരും. നമ്മെ ഒരിക്കലും ഒരു കാരണവശാലും നടുക്കടലിലെ കൊടുങ്കാറ്റിൽ അകപ്പെടുത്തിയിട്ട് മാറി നിൽക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. രാത്രിയുടെ 4-ാം യാമത്തിൽ ഒരു പോക്കുവഴിയുമായി നമ്മുടെ അടുക്കിലേക്ക് നടന്നു വരുന്നവനാണ് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്. Have a blessed day.